എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ കോക്കനട്ട് കുക്കീസാണ്. ഇത് വീട്ടിൽ തന്നെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലും അതുപോലെ ചായക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കുക്കിയാണ്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം ബട്ടർ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാര ചേർക്കണേ, നിങ്ങൾക്ക് പൊടിക്കാതെയും ചേർക്കാം. അതിനുശേഷം ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കളർ മാറുന്ന ഇടം വരെ നമ്മളിതുപോലെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് ബീറ്റർ മാറ്റിയിട്ട് സൈഡ്സൊക്കെ നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് നന്നായിട്ട് എല്ലാം കൂടെ യോജിച്ച് കിട്ടുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം സ്പാച്ചുല കൊണ്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പൊടിയൊക്കെ പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ശേഷം ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി കൈകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഒതുക്കി ബോൾ ഷേപ്പിലാക്കി വയ്ക്കാം. ഇതിൽ നിന്ന് വേണം ഓരോ കുക്കിക്കുള്ള ഡോ ചെറുതായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അത് ഓരോ കുക്കി ഡോവും ഞാൻ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ക്രാക്സ് ഒന്നും ഇല്ലാതെ ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നന്നായിട്ട് ഇരുവശവും കോട്ട് ചെയ്യുക, സൈഡ്സൊക്കെ കോട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ ഒരു തട്ടാണ്. അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലാണ് കുക്കീസ് വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ പോണത്. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 170 ഡിഗ്രിയിൽ ഒരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള കോക്കനട്ട് കുക്കീസ് റെഡിയാവും. എപ്പോഴും നമ്മൾ കുക്കീസ് ബേക്കായി വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു കൂളിംഗ് റാക്കിലേക്ക് വെക്കണം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത ആ ട്രേയിൽ തന്നെ വെക്കുകയാണെങ്കിൽ അടി മോയ്സ്ചർ കണ്ടൻ്റായിട്ട് അത് സോഫ്റ്റായി പോവും കുക്കീസ്. അപ്പോൾ നമ്മുടെ കുക്കി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസാണ് കേട്ടോ, എന്നാൽ നല്ല ഹാർഡും അല്ല. ആ ഒരു രീതിയിലാണ് ബേക്കായി വന്നിരിക്കുന്നത്. ഇതുപോലുള്ള സൂപ്പർ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.